നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരു അഡ്വാൻസ്ഡ് കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഈ കാൽക്കുലേറ്ററിൽ നമ്മളോട് 2 നമ്പർ എൻ്റർ ചെയ്യാൻ ചോദിക്കും. അതിനുശേഷം ഏത് കാൽക്കുലേഷനാണോ ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പറേഷൻ ഏതാണെന്ന്, അതായത് പ്ലസ് ആണോ മൈനസ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എന്ന് ചോദിക്കും. സോ നമ്മൾ സെലക്ട് ചെയ്തതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമുക്കതെങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ആദ്യമായി 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്മൾ ഡബിൾ ടൈപ്പ് വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഡെസിമൽ നമ്പേഴ്സും ഉപയോഗിക്കാം. സോ n1 n2 എന്ന് പറയുന്ന 2 ഡബിൾ ടൈപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ചാർ വേരിയബിൾ, ക്യാരക്ടർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. നമ്മുടെ ഓപ്പറേഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി പ്ലസ് ആണോ മൈനസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇവ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി OP സെലക്ടർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ചാർ ടൈപ്പ്. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നു. എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ. ശേഷം നമ്മളത് സ്കാൻഎഫ് ഉപയോഗിച്ച് നമ്മൾ n1 സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ പെർസെൻറ്റേജ് ഡബിൾ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ %LF പ്ലേസ് ഹോൾഡറാണ് നമ്മൾ സ്കാൻഎഫ് ഫംഗ്ഷനിൽ ഉപയോഗിക്കേണ്ടത്. ശേഷം നമ്മളത് %n1 എന്ന് എൻ്റർ ചെയ്ത് n1 സ്റ്റോർ ചെയ്യുന്നു. ഞാൻ ഈ 2 കോഡും ഒന്ന് കോപ്പി ചെയ്യുന്നു. നമ്മുടെ രണ്ടാമത്തെ നമ്പർ, സോ എൻ്റർ യുവർ സെക്കൻഡ് നമ്പർ എന്ന് മാറ്റി കൊടുക്കാം, സെക്കൻഡ് നമ്പർ. സോ നമ്മൾ ഇത് n2 സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന മെസ്സേജ് നമ്മുടെ ഓപ്പറേഷൻ സെലക്ട് ചെയ്യുന്നതിനാണ്. ഏത് ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ. സോ നമ്മളിവിടെ സെലക്ട് യുവർ ഓപ്പറേഷൻ ഇതുപോലെ സൈൻ ഇവിടെ കൊടുക്കുന്നു, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. സോ നമ്മളോട് ഇതിലേതെങ്കിലും ഒരു ഓപ്പറേഷൻ സൈൻ സെലക്ട് ചെയ്യുന്നതിന് പറയുന്നു. അത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കൊടുക്കുന്നത്. സോ അടുത്തതായി നമ്മൾ സ്കാൻഎഫ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ക്യാരക്ടർ, ഈ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ക്യാരക്ടേഴ്സ് നമ്മൾ OP സെലക്ടർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് %C ആണ്. ക്യാരക്ടറിന് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ക്യാരക്ടറിൻ്റെ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത് %C ആണ്. സോ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും സ്കാൻഎഫിൽ %C ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡബിൾ കോട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് കൊടുക്കണം. പ്ലേസ് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്കാൻഎഫ് വർക്കാവുന്നതായിരിക്കില്ല. ഇത് ഈ ക്യാരക്ടർ ടൈപ്പിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. സോ നമ്മൾ %C എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു സ്പേസ് ഡബിൾ കോട്ട് കഴിഞ്ഞതിന് ശേഷം കൊടുക്കേണ്ടതാണ്. ശേഷം നമ്മൾ കോമ എൻ്റർ ചെയ്ത് നമ്മളത് OP സെലക്ടർ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്പർ 1 എൻ്റർ ചെയ്തു, അതിനുശേഷം സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്തു, ശേഷം നമ്മുടെ ഓപ്പറേഷനും സെലക്ട് ചെയ്തു. ഇനി നമ്മൾ സെലക്ട് ചെയ്ത ഓപ്പറേഷൻ അനുസരിച്ചാണ് നമ്മുടെ ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ ആദ്യമായി ഇവിടെയാണ് നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഈഫ് OP സെലക്ടർ ഈസ് ഈക്വൽ ടു, സോ നമ്മൾ സെലക്ട് ചെയ്തത് പ്ലസ് ആണെങ്കിൽ നമ്മളതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നു, പ്രിൻ്റ് എഫ്. നമ്മൾ 3 പ്ലേസ് ഹോൾഡറാണ് കൊടുക്കുന്നത്, %LF പ്ലസ് %LF ഇസ് ഈക്വൽ ടു %LF. ഇതിങ്ങനെ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻ്റർ ചെയ്ത ആദ്യത്തെ നമ്പർ ഇതുപോലെ ഇവിടെ വരും, അതിനുശേഷം ഒരു പ്ലസ് സൈൻ വരും, ശേഷം രണ്ടാമത്തെ നമ്പർ വരും, അതിനുശേഷം നമ്മുടെ റിസൾട്ട് വരും. സോ നമ്മൾ കോമ കൊടുത്ത ശേഷം നമുക്ക് വേരിയബിൾ കൊടുക്കാം. സോ ആദ്യം വരേണ്ടത് നമ്പർ 1 ആണ്, n1, പിന്നെ വരേണ്ടത് നമ്പർ 2 ആണ്, n2, പിന്നെ വരേണ്ടത് നമ്മുടെ റിസൾട്ടാണ്. ഇത് പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ n1 പ്ലസ് n2. നമ്മുടെ ഓപ്പറേഷൻ ജസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്, n1 പ്ലസ് n2. സോ ഇത് റിസൾട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് നമ്പർ 1 വരും, നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 1 വരും, പിന്നെ ഈ പ്ലസ് സൈൻ വരും, അതിനുശേഷം നമ്പർ 2 വരും, പിന്നെ ഈസ് ഈക്വൽ ടു സൈൻ വരും, അതിനുശേഷം നമ്മുടെ n1 പ്ലസ് n2 ഈ 2 നമ്പർ കൂട്ടിയ ഒരു തുക നമ്മുടെ ഇവിടെ വരും. ഈ ഒരു രീതിയിലായിരിക്കും ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യത്തെ പ്ലസ് സൈൻ ആണെങ്കിൽ എന്താണെന്നുള്ളത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അടുത്തത് എൽസ് ഈഫ്
OP selector is equal to മൈനസ് ആണെങ്കിൽ ഞാനിവിടെ ഈ റിസൾട്ട് ഒന്ന് ഫസ്റ്റ് കണ്ടീഷനിലെ റിസൾട്ട് ഒന്ന് കോപ്പി ചെയ്യുന്നു. സോ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മൈനസ് ആണെങ്കിലാണ്. സോ നമ്മൾ ആദ്യം ഇവിടെ സൈൻ മൈനസ് കൊടുക്കുന്നു, ശേഷം ഈ നമ്മുടെ ഓപ്പറേഷനിലും മൈനസ് കൊടുക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ നമ്പർ മൈനസ്, രണ്ടാമത്തെ നമ്പർ ഈസ് ഈക്വൽ ടു നമ്മുടെ മൈനസ് ചെയ്ത റിസൾട്ട് n1 n2 n1 മൈനസ് n2. സോ n1 എന്ന് പറയുന്നത് ആദ്യത്തെ പെർസെൻറ്റേജ് LF, n2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പെർസെൻറ്റേജ് LF, മൂന്നാമത്തെ LF എന്ന് പറയുന്നത് n1 മൈനസ് n2. അതായത് ആദ്യത്തെ നമ്പറിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ കുറച്ചിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഓരോ ഓപ്പറേഷൻ്റെ ചെയ്യാം. else if OP selector is equal to മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മളിത് പ്രിൻറ്റ് ചെയ്യുന്നു. നമ്മുടെ സൈൻ പ്രിൻറ്റിൽ വരേണ്ട സൈൻ സെലക്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഓപ്പറേഷനും ഇവിടെ ചേഞ്ച് ചെയ്യുന്നു. വീണ്ടും else if OP selector is equal to ഡിവിഷൻ ആണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നു. നമ്പർ 1 ബൈ നമ്പർ 2 ആൻഡ് നമ്മളിവിടെ ഈ കാൽക്കുലേഷനിലും മാറ്റം വരുത്തുന്നു, n1 ബൈ n2. ഇനി അവസാനമായി ഈ 4 ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ഈ 4 ക്യാരക്ടർ അല്ലാതെ വേറെ ഏതെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് റിസൾട്ടാണ് വരേണ്ടത്? സോ ഞാനിവിടെ എൽസ് എന്ന് എൻ്റർ ചെയ്ത് അവസാനമായി വരേണ്ടത് ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വരേണ്ടത് അൺനോൺ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. സോ ഞാനിവിടെ അൺനോൺ ഓപ്പറേറ്റർ എന്ന് എൻ്റർ ചെയ്യുന്നു. സോ നമ്മൾ ഇതല്ലാതെ പ്ലസ് മൈനസ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതല്ലാതെ ഏതെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അൺനോൺ ഓപ്പറേറ്റർ എന്ന് പറയുന്ന മെസ്സേജ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ഓരോന്നിനും ഓരോ ലൈൻ ബ്രേക്കും കൊടുക്കാം. സോ നമുക്ക് നല്ല ഭംഗിയായി തന്നെ ഇതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ആദ്യത്തെ നമ്പർ നമ്മളോട് ചോദിക്കും. ഞാൻ 10 എൻ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്പർ 20 എൻ്റർ ചെയ്യുന്നു. പിന്നെ നമ്മളോട് സെലക്ട് യുവർ ഓപ്പറേഷൻ. സോ ഞാനിവിടെ പ്ലസ് ആണ് സെലക്ട് ചെയ്യുന്നത്, പ്ലസ് എൻ്റർ ചെയ്യുന്നു. ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് അതായത് 10 + 20 30 എന്നിവിടെ എനിക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി ഓരോ ഓപ്പറേഷൻസും ചെയ്ത് നോക്കാം. അടുത്തത് ഞാൻ 23 എൻ്റർ ചെയ്യുന്നു, 30 എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ മൈനസ് സൈൻ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എനിക്കിവിടെ 23 മൈനസ് 30 -7 ലഭിക്കുന്നു. അതുപോലെ അടുത്ത ഓപ്പറേഷൻ 3.5 എൻ്റർ ചെയ്യുന്നു, 2.56 എൻ്റർ ചെയ്യുന്നു. ശേഷം ഞാനിവിടെ ആസ്റ്ററിസ്ക് അഥവാ മൾട്ടിപ്ലിക്കേഷൻ സൈൻ എൻ്റർ ചെയ്യുന്നു. ശേഷം എൻ്റെ റിസൾട്ട് ഇവിടെ ലഭിക്കുന്നു. 3.5 × 2.56 8.96 എന്ന റിസൾട്ട് എനിക്ക് ലഭിക്കുന്നു. അതുപോലെ അവസാനത്തെ ഒരു ഓപ്പറേഷനും കൂടി. ഫസ്റ്റ് നമ്പർ 4 എൻ്റർ ചെയ്യുന്നു, സെക്കൻഡ് നമ്പർ 6 എൻ്റർ ചെയ്യുന്നു. ഞാനിവിടെ ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു നമ്മുടെ ഓപ്പറേഷൻ. ശേഷം എൻ്റർ ചെയ്യുമ്പോൾ 4/6.667 എന്ന് പറയുന്ന റിസൾട്ട് എനിക്ക് ലഭിക്കുന്നു. ഇനി നമ്മൾ ഈ 3 ഓപ്പറേഷനും അല്ലാതെ വേറൊരു എന്തെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3, 4 ഈ സെലക്ട് ഓപ്പറേഷൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ വേറെ എന്തെങ്കിലും ക്യാരക്ടർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ വരേണ്ട റിസൾട്ട് അൺനോൺ ഓപ്പറേറ്റർ. സോ നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി ആയി വർക്ക് ചെയ്തു.